നടൻ സുരേഷ് ഗോപിയുടെ ഓരോ ആഗ്രഹത്തിനും പിന്നാലെ കൂടെ നിൽക്കുന്നത് ഭാര്യ രാധിക തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. രാധികയുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപി ഓരോന്നായി നേടിയെടുക്കുന്നത്. രാധിക തന്നെയാണ് അതിനൊപ്പം നിൽക്കുന്നതും. ഇവിടെ കേരളത്തിലെ ഒരു നല്ല മേഖലയിൽ തന്നെ എത്തണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കേരളത്തിൽ നമ്മുടെ പിണറായി വിജയൻ്റെ മരുമകൻ റിയാസ് മന്ത്രിയായിരിക്കുന്ന അതേ വകുപ്പ് അങ്ങ് കേന്ദ്രത്തിൽ ലഭിച്ചതോടെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ. അത് വല്ലാത്തൊരു അവസരമായി തന്നെ ഇപ്പോൾ എല്ലാവരും കാണുന്നു. രാധികയുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. ഒട്ടും പരിചിതമല്ലാത്തൊരു മേഖലയാണ് ടൂറിസം. അതുകൊണ്ട് തന്നെ ഞാനൊരു LKG സ്റ്റുഡൻറ്റിനെ പോലെയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഭർത്താവിനെ തേടിയെത്തിയ സുവർണ അവസരത്തെക്കുറിച്ച് രാധികയുടെ പ്രതികരണമാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇത് ഭാഗ്യം കടാക്ഷിച്ച ഒന്ന് തന്നെയെന്ന് പറഞ്ഞേ മതിയാകും. അത്രമാത്രമാണ് പ്രേക്ഷകരൊക്കെ തന്നെയും വളരെ രീതിയിലേക്ക് ഈ വാർത്തയെ കാണുന്നത്. വേറെ ലെവലിലേക്കായിരിക്കും ഇനി കേരള ടൂറിസം മാറുന്നതെന്ന് പറയുന്നു. കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി എത്തിയതോടെ പ്രതീക്ഷകൾ വാനോളം തന്നെയാണ്. മൂന്നാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രി സ്ഥാനം ലഭിച്ച സുരേഷ് ഗോപിക്ക് ടൂറിസം വകുപ്പിന്റെ ചുമതല ലഭിച്ചതോടെ സംസ്ഥാനത്തിന്റെ ടൂറിസം രംഗത്തിന് പ്രതീക്ഷകളേറെയാണ്. കേരളം പോലൊരു സംസ്ഥാനത്തെ സംബന്ധിച്ച് പ്രധാന വകുപ്പുകളിലൊന്നാണ് ടൂറിസം. അനന്തമായ ടൂറിസം സാധ്യതകളുള്ള സംസ്ഥാനത്ത് കേന്ദ്രത്തിന്റെ പിന്തുണ കൂടി ലഭിച്ചാൽ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ടൂറിസം കേന്ദ്രങ്ങളിലായി മാറിയേക്കാവുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. സംസ്ഥാന ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പദ്ധതികൾ കൂടിയാകുമ്പോൾ നാടിന്റെ മുഖച്ഛായ മാറുമെന്ന് ഉറപ്പാണ്. ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം, അയൽ സംസ്ഥാനങ്ങളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള കണക്ടിവിറ്റിയും ഒരുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞേക്കും. സംസ്ഥാന ടൂറിസം രംഗം പുത്തനുണർവിലൂടെ കടന്നുപോകുന്ന ഘട്ടം കൂടിയാണിത്. നിരവധി പദ്ധതികളാണ് നിലവിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കീഴിൽ നടക്കുന്നത്. ഇതിനൊപ്പം കേന്ദ്ര സഹായം കൂടി ലഭിച്ചാൽ ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന ടൂറിസം കേന്ദ്രങ്ങളിൽ കേരളം മുന്നിലെത്തും. തീരദേശത്തെ മനോഹരമായ ബീച്ചുകളും മലയോരങ്ങളും കുന്നിൻ ചെരുവുകളുമായി ഹിൽ സ്റ്റേഷനുകളും വെള്ളച്ചാട്ടങ്ങളും കാടുകളുമായി ഒട്ടനവധി സാധ്യതകളാണ് സംസ്ഥാനത്ത് ഓരോ ജില്ലയിലും ഉള്ളത്. ഇതിനെല്ലാം പുറമെ തീർത്ഥാടക ടൂറിസവും രാജ്യത്തിന്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. സംസ്ഥാന ടൂറിസം വകുപ്പും കേന്ദ്രവും കൈകോർത്താൽ വരും വർഷങ്ങളിൽ കേരള ടൂറിസം വേറെ ലെവലാകും. നിലവിലെ ടൂറിസം പദ്ധതികൾക്ക് പുറമെ തീർത്ഥാടന ടൂറിസത്തിൽ സുരേഷ് ഗോപി ഇടപെടാൻ സാധ്യതകളേറെയാണ്. നേരത്തെ മൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ നാലമ്പല ദർശനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നാലമ്പല ദർശനത്തിൽ ദേശീയ ശ്രദ്ധ ലഭിക്കുന്ന ഇടപെടൽ കേന്ദ്ര പദ്ധതികളിലൂടെ നടത്താൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞേക്കും. ഓരോ ജില്ലകളിലെയും തീർത്ഥാടന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ടൂറിസം പദ്ധതികൾക്കുൾപ്പെടെ സാധ്യതകൾ വളരെയേറെയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മണ്ഡലമായ തൃശ്ശൂരിൽ തന്നെ നിരവധി സാധ്യതകളുണ്ട്. ഈ പദ്ധതികൾക്ക് സംസ്ഥാനത്തിന്റെ സഹകരണം കൂടി ലഭിക്കുന്നതോടെ ടൂറിസം മേഖലയിൽ വൻ കുതിർപ്പുണ്ടാകും. നിരവധി പേർക്ക് തൊഴിലും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ലഭിക്കും. സാഹസിക ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ കേരളം മുന്നേറുന്ന ഘട്ടമാണിതെന്നും ശ്രദ്ധേയമാണ്. ഒരു വർഷം കൊണ്ട് 23.5 കോടി രൂപയുടെ വരുമാനം, 3000-ലധികം പേർക്ക് സ്ഥിര ജോലിയുമായി സാഹസിക ടൂറിസത്തിലൂടെ സംസ്ഥാനത്തുണ്ടായത്. അന്താരാഷ്ട്ര സാഹസിക മത്സരങ്ങൾ സംഘടിപ്പിച്ചതിലൂടെ മാത്രമാണ് കഴിഞ്ഞ വർഷം ടൂറിസം മേഖലയ്ക്ക് 23.5 കോടി രൂപ വരുമാനമായി ലഭിച്ചതും. പ്രദേശവാസികൾക്ക് മികച്ച അവസരങ്ങളും 3000-ലധികം പേർക്ക് സ്ഥിര ജോലിയും ലഭിച്ചു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.